കന്നു ചെന്നാൽ കന്നിൻ കൂട്ടത്തിൽ. ഒരു കർഷകന് കുറേ കഴുതകൾ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം മഹാമടിയനായിരുന്നു. മറ്റു കഴുതകൾ ജോലി ചെയ്യുമ്പോൾ അവൻ തീറ്റ തിന്നുകൊണ്ട് മാറി നിൽക്കുകയേയുള്ളൂ. അതിനാൽ ജോലി തീർക്കുവാൻ ഒരു നല്ല കഴുതയെ കൂടെ വാങ്ങുന്നതിന് അയാൾ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് തൻ്റെ ഒരു സുഹൃത്ത് ഒരു കഴുതയെ വിൽക്കുന്നു എന്നറിഞ്ഞത്. അയാൾ സുഹൃത്തിനെ സമീപിച്ചു. കഴുതയെ കണ്ടാൽ കുഴപ്പമില്ല, പക്ഷേ ജോലി ചെയ്യുമോ എന്ന് എങ്ങനെ അറിയാം? അതിനാൽ 2 ദിവസത്തേക്ക് തൻ്റെ കൂടെ കഴുതയെ വിടുവാൻ അയാൾ സുഹൃത്തിനോട് പറഞ്ഞു. ഇത് ഏതു വിധമുള്ളതെന്ന് മനസ്സിലാക്കി നല്ലതെങ്കിൽ ഞാൻ വാങ്ങും, അല്ലെങ്കിൽ തിരികെ തരുമെന്ന് പറഞ്ഞു. സുഹൃത്ത് അത് സമ്മതിച്ചു. അയാൾ കഴുതയുമായി പോന്നു. അടുത്ത ദിവസം തന്നെ ജോലി ചെയ്യുന്ന കഴുതകളുടെ കൂട്ടത്തിൽ അയാൾ പുതിയ കഴുതയെ എത്തിച്ചു. പക്ഷേ അത് ഉടൻ തന്നെ മടിയൻ കഴുതയുടെ അരികിലെത്തുകയും അവർ തമ്മിൽ സൗഹൃദം കാട്ടുകയും ചെയ്തു. അന്ന് തന്നെ കർഷകൻ ആ കഴുതയെ തിരികെ സുഹൃത്തിനെ ഏൽപ്പിച്ചു. സുഹൃത്ത് ചോദിച്ചു, ഇത്ര പെട്ടെന്ന് എന്താണ് തിരികെ നൽകിയത്? അയാൾ പറഞ്ഞു, ഈ കഴുത ഒരു മടിയനാണെന്ന് മനസ്സിലാക്കുവാൻ ഇത്രയും സമയം മതിയായിരുന്നു. അവിടെയും ഉണ്ട് ഒന്ന് ഇതുപോലെ. അതിനെ വേണമെങ്കിൽ ഫ്രീയായി തന്നേക്കാം. കർഷകൻ തിരികെ പോന്നു. മുൻ തലമുറക്കാർ പറഞ്ഞിരുന്ന ഒരു മൊഴി ഇപ്രകാരമുണ്ട്: കന്നു ചെന്നാൽ കന്നിൻ കൂട്ടത്തിൽ. മടിയന്മാർക്ക് അധ്വാനികളോടൊപ്പം ചേരുവാൻ ഒരിക്കലും കഴിയില്ല. 2ാം ക്ലാസ്സിൽ മടിയനായ ഒരു കുട്ടിയെക്കുറിച്ച് പഠിച്ച ഒരു പദ്യം ഓർക്കുന്നു. അതിൽ മടിയനായ ആ കുട്ടി സ്കൂളിൽ പോകാതെ കളിക്കാൻ കൂട്ടിന് പല ജീവികളെയും വിളിക്കുന്നു. വണ്ടിനെയും പൈങ്കിളിയെയും ചെറുനായയെയും എല്ലാം വിളിച്ചു. അവയ്ക്കൊക്കെ വേറെ ജോലി ഉണ്ടായിരുന്നു. അവസാന വരി ഇങ്ങനെയാണ്: നാണിച്ചാ ചെറുപയ്യൻ പോയല്ലോ കളരിയിലും. അധ്വാനിക്കുവാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ട്. കായികശേഷി കുറഞ്ഞ ചിലർക്ക് കായിക അധ്വാനം പറ്റില്ലെങ്കിലും മറ്റു രംഗങ്ങളിൽ പ്രവർത്തിക്കുവാൻ പ്രയാസമില്ല. എന്നാൽ മടിയന്മാർക്ക് ഒരു രംഗത്തും പ്രവർത്തിക്കുവാൻ കഴിയില്ല. മടി കാരണം ജോലി ഉഴപ്പുന്നതിനാൽ അവരെ ജോലിക്ക് വയ്ക്കുവാനും ആർക്കും ഇഷ്ടമില്ല. അതിനാൽ അവരൊക്കെ തമ്മിൽ കൂട്ടുകൂടി ചീട്ടുകളിയിലോ മറ്റു പരിപാടികളിലോ ഏർപ്പെട്ട് സമയം പോക്കും. തൽഫലമായി അവരുടെ കുടുംബവും ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരും. അധ്വാനിയും മടിയനും തമ്മിൽ ചേർന്നു പോവാൻ വലിയ പ്രയാസമാണ്. മടിയന്മാർക്ക് സ്വന്തം ഭവനത്തിൽ പോലും ജോലിയൊന്നും കാണില്ല. അതിനാൽ അവരുടെ ഭവനം വൃത്തിയായി സൂക്ഷിക്കുവാൻ പോലും കഴിഞ്ഞെന്നു വരില്ല. ഉത്സാഹികൾക്കാവട്ടെ വീട്ടിൽ നോക്കുന്നതെല്ലാം ജോലികളുമാണ്. ഇത് ഇരു കൂട്ടരുടെയും കാഴ്ചപ്പാടിൽ തന്നെ വരുന്ന വ്യത്യാസമാണ്. അധ്വാനിക്ക് അധ്വാനം വലിയ സന്തോഷമാണ്, മടിയൻ അത് വലിയ ഭാരവുമാണ്. അവർ കാര്യങ്ങൾ നടക്കാത്തതിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നവരും ആയിരിക്കും. ഉത്സാഹത്തോടെ വേല ചെയ്യുമ്പോൾ ജീവിതം ധന്യമാകുന്നു. അതവരെ സമൃദ്ധിയിലേക്കും നയിക്കുന്നു. വേല ചെയ്യുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ.